ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് KW ലാബ് അസിസ്റ്റൻറ്റിനകത്തെ പാരസൈറ്റോളജി എന്ന പോർഷനാണ് സിലബസിൽ വരുന്ന. പാരസൈറ്റോളജിക്ക് 2 മാർക്കാണ് സിലബസിലുള്ളത്. അതിൽ തന്നെ മലേറിയയാണ് നോക്കുന്നത്. മലേറിയ നമ്മൾ രണ്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ ഓഫ് ദ പ്ലാസ്മോഡിയം സ്പീഷീസ്. പ്ലാസ്മോഡിയം സ്പീഷീസിൻ്റെ പ്രോട്ടോസോവ വഴി വരുന്നൊരു ഡിസീസാണ് ഇത്, മലേറിയ എന്ന് പറയുന്നത്. 4 സ്പീഷീസ് ആണ് മെയിനായിട്ട് മലേറിയ പാരസൈറ്റിൻ്റെ നമുക്ക് നോക്കാനുള്ളത്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഓവലെ. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയസിൽ കാണപ്പെടുന്ന 4 സ്പീഷീസ് ആണ്. അപ്പോൾ ഹ്യൂമൻ മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്റ്റർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഇതിൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത്. ഹോസ്റ്റ് എന്ന് പറയുന്നത് 2 ഹോസ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയും അതുപോലെ മാനും. ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്. അപ്പോൾ ഒരു മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒരു അസെക്ഷൽ ഫേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ അല്ലെങ്കിൽ മാനിലൊക്കെ ചെയ്യുന്നു. അതേ കണക്ക് സെക്ഷൽ ഫേസ് ഉണ്ട്, അത് നടക്കുന്നത് മോസ്കിറ്റോയിലാണ്. ഡെഫിനിറ്റ് ഹോസ്റ്റായ മോസ്കിറ്റോയിലാണ് സെക്ഷൽ ഫേസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അസെക്ഷൽ ഫേസ് ഹ്യൂമൻ ബീൻസിൽ ആണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഹ്യൂമൻ ബീൻസിൽ ഒക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫേസിനെ വെട്രിബേറ്റ് അല്ലെങ്കിൽ എൻഡോജീനസ് ഫേസ് എന്ന് പറയും. ഹ്യൂമനിലുണ്ടാകുന്ന ഈ ഫേസിനെ ഷിസോഗണി എന്ന് പറയും. ഷിസോഗണി എന്ന് പറയാൻ കാരണം ഇവിടെ ഷീസോൺസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ 2 ലൊക്കേഷനിലാണ് ഈ ഷിസോഗണി നടക്കുന്നത്. ഒന്ന് RBCയിലും ഒന്ന് ലിവറിലും. RBCയിൽ നടക്കുന്നതിന് നമുക്ക് എറിത്രോസൈറ്റിക് ഷിസോഗണി എന്ന് പറയാം. ലിവറിൽ നടക്കുന്നതിന് എക്സോ എറിത്രോസൈറ്റിക് ഷിസോഗണി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഷിസോഗണി ലിവറിലുള്ളത് ഒരു എസെൻഷ്യൽ സ്റ്റെപ്പാണ്. അതായത് പാരസൈറ്റ്സ് എറിത്രോസൈറ്റ്സിനെ ഇൻവേഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു എസെൻഷ്യൽ സ്റ്റെപ്പാണ് ഷിസോഗണി ഇൻ ലിവർ എന്നുള്ളത്. സോ അതിനെ നമ്മൾ പ്രീ എറിത്രോസൈറ്റിക് ഷിസോഗണി എന്ന് പറയും. ഈ ഷിസോഗണിയുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എറിത്രോസൈറ്റിക് അല്ലെങ്കിൽ എക്സോ എറിത്രോസൈറ്റിക് സ്റ്റേജിലുള്ള 2 സ്ഥലത്തും RBCയിലോ ലിവറിലോ നടക്കുന്ന ഷിസോഗണിയുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? മീറോസോയിഡ്സ് ആണ്. മീറോസോയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെക്ഷൽ ഫേസ് ആണ്. സെക്ഷൽ ഫേസ് എന്ന് പറയുമ്പോൾ സെക്ഷൽ ഫേസ് നടക്കുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലാണ്. ഡെഫിനിറ്റ് ഹോസ്റ്റായ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലാണ് സെക്ഷൽ ഫേസ് നടക്കുന്നത്. ഇതിൻ്റെ ഗാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഹ്യൂമനിലാണെങ്കിൽ പോലും ഇതിൻ്റെ സെക്ഷൽ ഫേസ് നടക്കുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലാണ്. അപ്പോൾ ഗാമറ്റോസൈറ്റിൻ്റെ ഫോർമേഷൻ നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ ഗാമറ്റോസൈറ്റ് ഫോം ചെയ്യുന്നത് ഹ്യൂമനിലാണെങ്കിലും ഇതിൻ്റെ മെച്ചുറേഷനും ഫെർട്ടിലൈസേഷനും നടക്കുന്നത് മോസ്കിറ്റോയിലാണ്. അത് പിന്നീട് എന്തായിട്ട് മാറും? ഗാമറ്റോസൈറ്റ് സ്പോറോസോയിഡ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ സ്പോറോഗണി എന്ന് നമുക്ക് ഈ സെക്ഷൽ ഫേസിനെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ഷിസോഗണിയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഷിസോഗണിയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മീറോസോയിഡ്സ് ആണെന്ന് പറഞ്ഞു. ഈ മീറോസോയിഡ്സ് RBC സെൽസിനെ ഇൻവേഡ് ചെയ്തതിന് ശേഷം എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ട്രോപ്പോസോയിഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ട്രോപ്പോസോയിഡ്സ് ഓവർ ദെയർ പീരീഡ് ഓഫ് ഗ്രോത്ത് എന്തായിട്ട് മാറും? അവർ വീണ്ടും സെൽസിനകത്ത് RBC സെൽസിനകത്ത് ഡിവൈഡ് ചെയ്ത് മീറോസോയിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡ് ഷീസോണിൻ്റെ ഫോർമേഷനെ റിസൾട്ട് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ളി ഡെവലപ്പ് ആയി കഴിയുമ്പോൾ, ബ്ലഡ് ഷീസോണ്ട് ഫുള്ളി ഡെവലപ്പ് ആയി കഴിയുമ്പോൾ RBC സെൽസിനെ അത് റപ്ചർ ചെയ്തിട്ട് മീറോസോയിഡ്സിനെ ബ്ലഡ് സർക്കുലേഷനിലോട്ട് ലിബറേറ്റ് ചെയ്യും. മീറോസോയിഡ്സിനെ ലിബറേറ്റ് ചെയ്യും. ഈ മീറോസോയിഡ്സ് പുതിയ റെഡ് സെൽസിനെ പോയി ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് തന്നെ മീറോസോയിഡ്സിൽ തന്നെ ബ്ലഡ് സെൽസിൽ നിന്നും വരുന്ന മീറോസോയിഡ്സിൽ തന്നെ എല്ലാം ഒന്നും എന്ത് ചെയ്യത്തില്ല, ട്രോപ്പോസോയിഡ്സ് ആയിട്ട് മാറത്തില്ല. ചിലത് ഡെവലപ്പ് ചെയ്ത് നേരെ എന്താകും? ഗാമറ്റോസൈറ്റ് ആയിട്ട് മാറും. ഗാമറ്റോസൈറ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഡീപ്പ് ടിഷ്യൂ കാപ്പിലറീസിലാണ്.